നമസ്കാരം. ഈ അടുത്തിടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ കുറേ അധികം പേര് കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാരുതി സുസുക്കി ഒരു പുതിയ വാഹനവുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. എസ്പ്രസോ എക്സ് എന്ന് പറയുന്ന വേരിയൻ്റാണത്. അതിന് 40 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് ഉണ്ടായിരിക്കും. സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലാണ് ആ ഒരു വാഹനം വരാൻ പോകുന്നത് എന്നുള്ള വാർത്ത. അതിന് അനുസൃതമായിട്ട് ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പിക്ചറിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് AI ജനറേറ്റഡ് പിക്ചറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ യുക്തിയോ ബുദ്ധിയോ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ലോജിക്കിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി 1-2 വാഹനങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സെഡാൻ സെഗ്മെൻറ്റിലെ ഫസ്റ്റ് കാർ, അവരുടെ ഫസ്റ്റ് കാർ എന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഇപ്പോൾ നിലവിലുള്ള അവരുടെ കാർ എന്ന് പറയുന്നത് സിയാസ് ആണ്. അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. രണ്ടാമത്തെ കാർ എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നിസ് ആണ്. അതും ഡിസ്കണ്ടിന്യൂ ചെയ്തു. എസ്പ്രസോ ഓൾറെഡി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. പ്രൊഡക്ഷൻ കഴിഞ്ഞ് കമ്പനിയിലും യാർഡിലും ഒക്കെ കിടക്കുന്ന വാഹനങ്ങൾ എന്തായാലും ഡീലേഴ്സിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇഗ്നിസ് ഇനി കിട്ടില്ല. 2026 മാർച്ച് 31 ശേഷം ഇഗ്നിസിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇഗ്നിസിൻ്റെ യുഗം അത് കഴിഞ്ഞു എന്നുള്ളത് ക്ലിയർ കട്ടാണ്. അപ്പോൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു ചെറിയ നല്ല കാറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ? മാരുതി പുതിയൊരു വാഹനവുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമോ? ഇഗ്നിസൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് ഒരു പകരക്കാരനായിട്ട് മറ്റൊരു വാഹനവുമായിട്ട് വരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചെറു കാറുകളുടെ ഒരു ശൃംഖല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കൊരു കുഞ്ഞു കാർ മേടിക്കണം, എൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 9 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്, പോട്ടെ 9 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നോക്കുമ്പോഴത്തേക്കും അവർക്കൊരു വൈഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് കാറുകൾ അവൈലബിൾ ആണ്. അത് പ്രധാനമായിട്ടും മാരുതി സുസുക്കിയിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പല കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കാറ് മേടിക്കുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഓൾട്ടോ K10 എന്ന് പറയുന്ന വാഹനം വാങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ്. K10 C എന്ന് പറയുന്ന 998 cc 3 സിലിണ്ടർ എഞ്ചിനാണ് അതിനകത്തിരിക്കുന്നത്. അത് മാത്രമല്ല ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. നമ്മൾ കുറച്ചും കൂടെ തറ നിരപ്പിലേക്ക് താഴത്തോട്ടാണ് അതിൻ്റെ ഇരിപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രായമായ ആളുകൾക്കും നല്ല വണ്ണമുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്രൈറ്റ് സീറ്റിംഗ് പൊസിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈവൻ അതിനകത്ത് AMD ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ പോലും ലാഗിന് യാതൊരുവിധ കുറവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് ഒരു ബഡ്ജറ്റാണ് നമ്മുടെ കയ്യിലുള്ളൂ. ആ ഒരു ബഡ്ജറ്റിന് മറ്റൊരു നല്ല വാഹനം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്തേനെ. അതില്ല. എസ്പ്രസോയുടെ കാര്യവും അതുപോലെയൊക്കെ തന്നെയാണ്. എസ്പ്രസോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് മേടിച്ച ആളുകളെല്ലാം ഈ ഓട്ടോമാറ്റിക്കിൻ്റെ ലാഗ് കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അത് പലപ്പോഴും കുറച്ച് കഴിയുമ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ കാര്യം ഇപ്പോൾ പ്രീമിയം എന്നൊന്നും വിളിക്കാൻ കഴിയില്ല. 3 സിലിണ്ടർ എഞ്ചിൻ വെച്ച് ഈ സെയിം സീറ്റിംഗ് പൊസിഷനാണ്, താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ്. പിന്നെ ഉള്ളത് വാഗണാറാണ് ഈ ഒരു കൂട്ടത്തിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനം. കോമ്പാക്ട് സൈസാണ്, നല്ല സ്പേഷ്യസ് ആണ്. ബോഡി ക്വാളിറ്റിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. 6 എയർ ബാഗ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ബോഡി ക്വാളിറ്റി വളരെ വീക്കാണ്. 1 ലിറ്റർ വാഗണാർ വിത്ത് CNG എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലേജ് നല്ല രീതിക്കുണ്ട്, ഏകദേശം ഒരു 28 കിട്ടും. പക്ഷേ നല്ല രീതിക്കുള്ള പവർ ലാഗ് ഉണ്ട്. അതറിഞ്ഞുകൊണ്ട് ടാക്സി പർപ്പസിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വാഹനം എടുക്കുന്നത്. എന്നാൽ 1.2 K12N എന്ന് പറയുന്ന എഞ്ചിൻ വെച്ചിട്ടുള്ള വാഗണാറിൻ്റെ മോഡലുകളൊക്കെ കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടിസ്ഥാനപരമായിട്ട് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് പോലും ഈ വാഹനത്തിൻ്റെ ടോപ്പ് എൻഡിൽ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി മാറി മാറി വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന വാഹനത്തിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഉണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് പോലും വാഗണാറിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് വെക്കാൻ കഴിയില്ല. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റാണ്. 8 ലക്ഷം രൂപ ടോപ്പ് എൻഡ് വരുന്ന വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളതൊക്കെ കോംപ്രമൈസ് ചെയ്ത് വേറൊരു നല്ല വണ്ടി ഇല്ലാത്തത് കൊണ്ട് വാഗണാർ എന്ന് പറയുന്ന വാഹനം നമ്മൾ മേടിക്കുന്നു. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പുറമേ നിന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ കുഷ്യനൊക്കെ ഇട്ടിട്ട് കുറച്ച് ഹൈറ്റൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഇഗ്നിസാണ്. ഇഗ്നിസിൻ്റെ ടോപ്പ് എൻഡിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ബേസിക് വേരിയൻ്റ് എടുത്താലും നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് അവിടെ അവൈലബിൾ ആയിരുന്നു. കോമ്പാക്ട് സൈസ് കാറാണ്. അതിൻ്റെ മീറ്റർ ക്ലസ്റ്ററൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 8ഓളം 9ഓളം ലാംഗ്വേജ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും.
അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി നമ്മുടെ ഇക്കോ സ്പോർട്ടിനെയൊക്കെ ഇല്ലാതാക്കിയതുപോലെ ഈ ഒരു വാഹനത്തെയും ഇല്ലാതാക്കി എന്ന് പറയാം. നമ്മൾ ഒരുപാട് ഈ ഒരു വാഹനത്തെ നമ്മുടെ ചാനലിലൂടെ വാഹനത്തിൻ്റെ ഗുണഗണങ്ങൾ കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ബാക്ക് ഡിസൈനൊക്കെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വാഹനം ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളും ചിന്തിച്ച് നോക്കി, കുറച്ചും കൂടെ നല്ലൊരു വാഹനമായിരുന്നു, ഒതുക്കമുള്ള വാഹനമായിരുന്നു, ഓടിച്ചു കൊണ്ടുപോകാനൊക്കെ നല്ല രീതിക്ക് കഴിയുന്നൊരു വാഹനമാണ്. അത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ളൊരു കെമറാട്രി വളരെ നല്ലതായിരുന്നു. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിന് ബ്ലൈൻഡ് സ്പോട്ട്സ് വളരെയധികം കൂടുതലാണ്. സത്യാവസ്ഥയാണ്. കാരണം ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് വളരെയധികം ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു വാഹനം. ബലീനോയുടെ കേസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ ഒരു വാഹനത്തിന് എഞ്ചിൻ നല്ലതാണ്, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. നമ്മൾ ഇത്രത്തോളം പണം കൊടുത്തു, വേറെ ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഈ പറയുന്ന നിസാൻ്റെ മാഗ്നറ്റിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെയും 3 സിലിണ്ടർ എഞ്ചിനാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മറ്റൊരു കാറ്റഗറി, കുറച്ച് മുകളിലൊരു കാറ്റഗറി ആയിട്ടുള്ള മൈക്രോ SUV എന്ന് അവർ വിളിക്കുന്നൊരു വാഹനമാണ് പഞ്ച്. പഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഈ റവട്രോൺ എഞ്ചിനാണ് അവിടെ ഇരിക്കുന്നത്. എന്നാൽ ടർബോ എഞ്ചിനിലേക്ക് പോകുമ്പോഴത്തേക്കും 120 bhp പവറും 170 Nm ടോർക്കുമുള്ള ആ ഒരു എഞ്ചിനിൽ AMT ട്രാൻസ്മിഷൻ പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു DCT പോലും ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലാഗുള്ള ഈ ഗിയർ ബോക്സാണ്, AMT ഗിയർ ബോക്സ് വിത്ത് റബട്രോൺ എഞ്ചിൻ എന്ന് പറയുന്നതും നമുക്ക് പ്രാക്ടിക്കലി ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഓപ്ഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് മാരുതി സുസുക്കി പുതിയൊരു വാഹനമായിട്ട് വരാൻ പോവുകയാണ്. എസ്പ്രസോ എക്സ് എന്ന് പറയുന്ന വാഹനമാണ്. ഈ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ശരിയാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. മാരുതി സുസുക്കി പഞ്ച് റൈവലായിട്ടൊരു വാഹനത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകൾ വെളിയിലേക്ക് വരുന്നുണ്ട്. നമ്മളത് കൺഫേം ചെയ്യുന്നില്ല. മാരുതി സുസുക്കി കഫേ നോംസിനെ നേരിടാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കഫേ നോംസിൻ്റെ അടിസ്ഥാനത്തിൽ 2027 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരം വാഹനങ്ങളെ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. ഇപ്പോൾ ഇഗ്നിസിന് നല്ല രീതിക്ക് ബുക്കിംഗ് ഉണ്ട്. ഇപ്പോഴും ബുക്കിംഗ് ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട്. വാഹനം കയറി വരും എന്നൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. സിഗ്മ എന്ന് പറയുന്ന അടിസ്ഥാന വേരിയൻ്റൊക്കെ ഇപ്പോൾ കയറി വരുന്നുണ്ട്. വളരെ കുറച്ചാണ്, ലിമിറ്റഡ് നമ്പേഴ്സാണ്. ഒരു കാലത്ത് ആളുകൾ ആരും തിരിഞ്ഞു നോക്കാത്തൊരു വാഹനമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. ഇനി അങ്ങോട്ട് പോകുന്തോറും ഒരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ചെറിയൊരു സ്ക്രാച്ചോ ആക്സിഡൻറ്റോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം കയ്യിൽ വെക്കുക. നല്ല വാഹനമാണ്, ഒരിക്കലും അതിനെ കുറ്റം പറയുന്നതല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാരുതി സുസുക്കി ഇനി അങ്ങോട്ട് ഈ 2 വാഹനങ്ങളെയും, എസ്പ്രസോ ആയിക്കോട്ടെ ഇഗ്നിസ് ആയിക്കോട്ടെ, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു വാഹനത്തെ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരറിവിൽ നിന്നും, എൻ്റെ വളരെ ലളിതമായിട്ടുള്ള പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ നല്ലൊരു വാഹനമില്ല, നമുക്ക് പറ്റിയൊരു വാഹനമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഹറി ബറി ആയിട്ട് പോയിട്ട് എന്തെങ്കിലും ആട്ടെ നമുക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തൊരു വാഹനം മേടിക്കാം എന്നുള്ള രീതിക്ക് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കുക. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്, ഇനി അങ്ങോട്ട് പല പല വാഹനങ്ങളും വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിട്രോയിൻ്റെ C3X എന്ന് പറയുന്ന വാഹനം വളരെ നല്ല വാഹനം തന്നെയാണ്. അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ടോർക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. പക്ഷേ ആ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 12-13 കിലോമീറ്ററൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ സർവീസ് ശൃംഖലയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നിടത്തോളം കാലം സാധാരണ കസ്റ്റമേഴ്സ്, കാരണം ഒരു വാഹനം മേടിക്കാനായിട്ടൊരു 5-8 ലക്ഷം രൂപ മുടക്കുന്ന ആളിന് തീർച്ചയായിട്ടും വലിയൊരു ബേർഡനാണ് തലയിലേക്ക് എടുത്തു വെക്കുന്നത്. അത്തരത്തിൽ ഒരു വാഹനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ലൊരു ഓപ്ഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത്, നിങ്ങൾ ഹറി ബറി ആയിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു വാഹനം വാങ്ങും. അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന വാഹനവുമായിട്ട് നിങ്ങൾ എപ്പോഴും താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇഗ്നിസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അല്ലെങ്കിൽ എസ്പ്രസോയെക്കുറിച്ച് അങ്ങനെ പറയും എന്നെനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇക്കോ സ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയുന്ന രീതിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത വാഹനത്തിന് അതിലൊരിക്കലും നമ്മളങ്ങ് തൃപ്തനാവില്ല, നമ്മുടെ പണം പോവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ വളരെ ശാന്തമായിട്ടിരിക്കുക. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ വാർത്തകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മാത്രമല്ല, എല്ലാവിധ നല്ല ചാനലുകളും അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളതൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു വാഹനം വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നമസ്കാരം.